എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് അറിയാവുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും എക്സ്ട്രാ ആയിട്ട് വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അടക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 13-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് അവസരം ഉള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 20-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു 13-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ഫീസ് അടക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 20-ാം തീയതി 3 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റുകളും ആയിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ടോക്കൺ ഫീസ് അടക്കാത്തവർ ഫെഡറൽ ബാങ്കിലോ അതുപോലെ തന്നെ ഓൺലൈനായിട്ടോ ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫീസ് അടച്ചെങ്കിൽ മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് എടുക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു എപ്പോഴാണ് അഡ്മിഷൻ എടുക്കാൻ പോവേണ്ടത്, അതുപോലെ ഏത് സമയത്തിനുള്ളിലാണ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. കാരണം ചില കോളേജിൽ വൈകുന്നേരം 3 മണി വരെയാണ് അഡ്മിഷൻ കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് കോളേജിൽ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സിമെറ്റിൻ്റെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അഡ്മിഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സിമെറ്റ് ഡയറക്ടറേറ്റ് പാട്ടൂർ, തിരുവനന്തപുരത്ത് അവിടെയാണ് നിങ്ങൾ ഈ ഒരു അഡ്മിഷനായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് സിമെറ്റിൻ്റെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ CPA സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഗാന്ധിനഗർ, കോട്ടയം ഓഫീസിലാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് CPAസിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ അവിടെ പോയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.